السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبحمزة الكرار عم المصطفى أسد الإله وسيد الشهداء. ഏറ്റവും പ്രിയം നിറഞ്ഞ മുത്തുമുഅ്മിനീങ്ങളെ, വിജ്ഞാന വിരുന്നിലെ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഖൈറും ബറക്കത്തും റാഹത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ ചെയ്യണേ എന്ന് വസിയത്ത് ചെയ്ത എല്ലാവരുടെയും നല്ല ഉദ്ദേശങ്ങൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. വിഷമങ്ങൾക്ക്, രോഗങ്ങൾക്ക്, ദാരിദ്ര്യത്തിന് അല്ലാഹു തആല പരിഹാരം നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വിശുദ്ധ ഖുർആനിലെ 114-ാമത്തെ സൂറത്തുൻ നാസ് ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് കാവൽ ചോദിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുകയുണ്ടായി. അതാണ് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഇനിയും അല്ലാഹു സുബ്ഹാനഹു വ തആല ചില വിഷയങ്ങളിൽ കാവൽ ചോദിക്കാൻ വേണ്ടി ഈ സൂറത്തിലൂടെ നമ്മളോട് പറയുകയാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. സൂറത്തുൻ നാസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരുടെ 3 അവസ്ഥകളെ കുറിച്ച് പ്രസ്താവിക്കുന്നുണ്ട്. ഇവിടെ 3 പ്രാവശ്യം നാസ് 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 എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. 3 പ്രാവശ്യം അല്ലാഹു തആല പറയുന്നത്, 1 ബിറബ്ബിൻ നാസ്, 2 മലിക്കിൻ നാസ്, 3 ഇലാഹിൻ നാസ്. അത് 3 ഉദ്ദേശത്തിലാണ് എന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ ഭാഗത്തിലൂടെ നമുക്ക് കടക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കരുണാനിധിയും പരമകാരുണികനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ ഈ സൂറത്തിനെ ഞാൻ ഓതാൻ തുടങ്ങുന്നു. ഖുൽ, നബിയേ തങ്ങൾ പറയുക, അഊദു ബിറബ്ബിൻ നാസ്. അഊദു, ഞാൻ അഭയം തേടുന്നു, ശരണം തേടുന്നു. ബിറബ്ബിൻ നാസ്, മനുഷ്യരുടെ റബ്ബിനോട്, മനുഷ്യരുടെ റബ്ബിനോട് ഞാൻ അഭയം തേടുന്നു എന്ന് പറയുക നബിയേ. മലിക്കിൻ നാസ്, മനുഷ്യരുടെ രാജാവിനെ കൊണ്ട് ഞാൻ അഭയം തേടുന്നു. മനുഷ്യരുടെ രാജാവ് മലിക്കിൻ നാസ്. ഇലാഹിൻ നാസ്, മനുഷ്യരുടെ ആരാധ്യൻ, മനുഷ്യരുടെ ആരാധ്യനായ റബ്ബിങ്കൽ ഞാൻ അഭയം തേടുന്നു. മനുഷ്യരുടെ റബ്ബിനെ കൊണ്ട്, മനുഷ്യരുടെ രാജാവിനെ കൊണ്ട്, മനുഷ്യരുടെ ആരാധ്യനായ ഇലാഹിനെ കൊണ്ട് ഞാൻ ശരണം തേടുന്നു എന്ന് നബിയെ തങ്ങൾ പറയുക. മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്, പിന്മാറിക്കളയുന്ന സ്വഭാവമുള്ള ദുർമന്ത്രത്തിന്റെ ഉപദ്രവത്തിൽ നിന്നും ഞാൻ അല്ലാഹുവിനോട് കാവലിനെ തേടുന്നു. മിൻ ശർരി, ഉപദ്രവത്തിൽ നിന്ന്, അൽ വസ്വാസി, ദുർമന്ത്രത്തിന്റെ, അൽ ഖന്നാസ്,
പിന്മാറിക്കളയുന്ന, അപ്പോൾ പിന്മാറിക്കളയുന്ന സ്വഭാവമുള്ള ദുർമന്ത്രത്തിന്റെ ഉപദ്രവത്തിൽ നിന്ന് കാവൽ ചോദിക്കുന്നു. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ്. അല്ലദീ എങ്ങനെയുള്ള മന്ത്രമാണ്? യുവസ്വിസു, അല്ലദീ യുവസ്വിസു ദുർമന്ത്രം നടത്തുന്നതായ ഫീ സുദൂരിൻ നാസ് ജനങ്ങളുടെ ഹൃദയത്തിൽ, മനുഷ്യരുടെ ഹൃദയങ്ങളിൽ. അതെ, മനുഷ്യ ഹൃദയങ്ങളിൽ ദുർമന്ത്രം നടത്തിക്കൊണ്ടിരിക്കുന്നവന്റെ ഉപദ്രവത്തിൽ നിന്ന് മിനൽ ജിന്നതി വന്നാസ്. ഈ ഉപദ്രവം ചെയ്യുന്നത് ആരാണെന്നറിയുമോ? ഈ ദുർമന്ത്രം നടത്തുന്നത് ആരാണെന്നറിയുമോ? അത് മിനൽ ജിന്നതി വന്നാസ്, ജിന്നുകളിൽപ്പെട്ട, വന്നാസ് മനുഷ്യരിലും പെട്ട, അതെ ജിന്നുകളിലും മനുഷ്യരിലും പെട്ട ദുർമന്ത്രക്കാരുടെ ഉപദ്രവത്തിൽ നിന്നും ഞാൻ ശരണം തേടുന്നു. ഇങ്ങനെയാണ് ഇതിന്റെ ചുരുങ്ങിയിട്ടുള്ള അർത്ഥം. ഇനി അതിന്റെ വിശാല തലങ്ങളിലേക്ക്, സൃഷ്ടിജാലങ്ങളുടെ വിശിഷ്ട ചില വസ്തുക്കളുടെ ഉപദ്രവത്തിൽ നിന്ന് പ്രഭാതത്തിന്റെ നാഥനോട് രക്ഷ തേടണമെന്നാണ് സൂറത്തുൽ ഫലക്കിൽ നമ്മൾ വിവരിച്ചത്. ദുർബോധനങ്ങളും ദുർമന്ത്രങ്ങളും വഴി മനുഷ്യ ഹൃദയങ്ങളെ ദുഷിപ്പിച്ച് തകിടം മറിക്കുന്ന മനുഷ്യരിലും ജിന്നുകളിലും പെട്ട ചില ദുശക്തികളുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ തേടാനാണ് ഈ സൂറത്തിൽ അല്ലാഹു തആല നിർദ്ദേശിക്കുന്നത്. മനുഷ്യരുടെ ജന്മശത്രുവായ ഇബ്ലീസിന്റെ സന്തതികളായ ജിന്നുവർഗത്തിലുള്ള പിശാചുക്കൾ മനുഷ്യ ഹൃദയത്തിൽ പല ദുർവിചാരങ്ങളും ഇട്ടുകൊടുക്കുന്നതാണ്. മനുഷ്യ ശരീരത്തിൽ അവന്റെ രക്തം സഞ്ചരിക്കുന്ന സ്ഥലത്തിലെല്ലാം പിശാച് സഞ്ചരിക്കുന്നതാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഖതാദ റളിയല്ലാഹു അൻഹു, മുജാഹിദ് റളിയല്ലാഹു അൻഹു എന്നിവർ പറയാണ്, പിശാച് മനുഷ്യ ഹൃദയങ്ങളിൽ അധിവസിക്കും. മനുഷ്യൻ അള്ളാഹുവിനെ സ്മരിക്കുമ്പോഴെല്ലാം അവൻ പിന്മാറുകയും ചെയ്യും. അവനെക്കുറിച്ച് അശ്രദ്ധനായാൽ ദുർബോധനങ്ങൾ നൽകി മനുഷ്യനെ ഏഷണിയും പരദൂഷണവും പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ കുഴപ്പവും നാശവും ഉണ്ടാക്കാൻ അവൻ പ്രേരിപ്പിക്കും. അങ്ങനെ ചില ആളുകളെ കാണാൻ പറ്റുമല്ലോ. അപ്പൊ അത് മനുഷ്യരുടെ പിശാചുക്കളാണ്. അവർ നല്ല ഗുണകാംക്ഷികളായി ചമഞ്ഞുകൊണ്ട് അവര് പകൽമാന്യന്മാരായി നടക്കും. പക്ഷേ അവർ ഗീബത്തും നമീമത്തും ഏഷണിയും പിന്നെ പരദൂഷണവും പറഞ്ഞുകൊണ്ട് മനുഷ്യന്മാരെ പിഴപ്പിക്കുകയും ചെയ്യും. അവിടെ ആന്തരികമായ ഉദ്ദേശം ജനങ്ങൾക്കിടയിൽ കുഴപ്പങ്ങൾ വഴക്കുണ്ടാക്കാനാണ്. അപ്പം അത്തരം ആളുകളുടെ ദുർബോധനങ്ങളിൽ നിന്നൊക്കെ മനുഷ്യനോട് കാവല് തേടാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ നോക്കൂ, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ മനുഷ്യന്റെ 3 അവസ്ഥകളെ അല്ലാഹു തആല ഇവിടെ പറയുന്നുണ്ട്. ഒന്ന് ബിറബ്ബിന്നാസ്, മലിക്കിന്നാസ്, ഇലാഹിന്നാസ്. ഇവിടെ ജനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് 3 പ്രാവശ്യം പറയുന്നുണ്ട്. ഈ സൂറത്തിൽ 3 പ്രാവശ്യം പറയുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. മനുഷ്യരുടെ റബ്ബ്, മനുഷ്യരുടെ രാജാവ്, മനുഷ്യരുടെ ഇലാഹ്, ഇങ്ങനെ 3 അർത്ഥത്തിലാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാസ് നാസ് എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് 1-ാം വാക്യത്തിൽ ബിറബ്ബിൻ നാസ് എന്ന് പറഞ്ഞുവല്ലോ. മനുഷ്യൻ എന്നതിന്റെ വിവക്ഷ ഇവിടെ കുട്ടികൾ എന്നാണ്. കുട്ടികൾ പരിപാലിച്ചു വളർത്തപ്പെടേണ്ടവരായതുകൊണ്ട് അതിനോട് യോജിച്ച അള്ളാഹുവിന്റെ ഗുണനാമങ്ങളിൽ നിന്ന് റബ്ബ് എന്ന വാക്യം അല്ലാഹു തആല ഉപയോഗിക്കുകയാണ്. റബ്ബ് പരിപാലനം എന്നില്ല. അപ്പൊ റബ്ബ് എന്ന വാക്ക് അവിടെ അന്നാസ് എന്നതുകൊണ്ട് കുട്ടികൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത്തതോ മലിക്കിന്നാസ്. ഇവിടെ മനുഷ്യൻ എന്ന് പറഞ്ഞതിന്റെ വിവക്ഷ യുവാക്കളാണ്, യുവമിഥുനങ്ങളായ ആളുകളാണ്. യുവപ്രായത്തിലാണല്ലോ മനുഷ്യൻ അവിഹിതമായ പല മാർഗങ്ങളിലും പ്രവേശിക്കുക. അപ്പോൾ അവരെ നിയന്ത്രിച്ചു ഭരിക്കുന്ന ഒരു ഭരണകർത്താവ് വേണമല്ലോ. അതുകൊണ്ട് ഇവിടെ മലിക്കിന്നാസ്, ജനങ്ങളുടെ റബ്ബിനെ കൊണ്ട്, ജനങ്ങളുടെ രാജാവിനെ കൊണ്ട്.
അതുകൊണ്ട് ഇവിടെ മലിക് എന്ന് ഉപയോഗിച്ചു. ഇനി ഇലാഹിന്നാസ് എന്നാണ് കാണുന്നത്. ഇവിടെ നാസ്, ഈ ഇലാഹിന് ശേഷം വന്ന നാസി എന്ന് പറഞ്ഞതിന് വിവക്ഷ വൃദ്ധന്മാരായ ആളുകളാണ്. യുവത്വത്തിൽ മനുഷ്യൻ അവിഹിതമായ പല മാർഗങ്ങളിലേക്കും പാളിപ്പോയിട്ടുണ്ടെങ്കിലും വാർദ്ധക്യം പ്രാപിച്ചാൽ അവൻ അള്ളാഹുവിലേക്ക് മടങ്ങുകയും അവനെ ആരാധിക്കുവാൻ ഒരു മാനസികമായ തയ്യാറെടുപ്പ് ഉണ്ടാവുകയും സന്നദ്ധനാവുകയും ചെയ്യുമല്ലോ. അതുകൊണ്ടാണ് ഇവിടെ ഇലാഹിന്നാസ് എന്ന് പറയുന്നത്. അപ്പോ ജനങ്ങളുടെ റബ്ബിനെ കൊണ്ട്, ജനങ്ങളുടെ രാജാവിനെ കൊണ്ട്, ജനങ്ങളുടെ ഇലാഹിനെ കൊണ്ട് ഞാൻ അഭയം തേടുന്നു എന്ന് നബിയെ നിങ്ങൾ പറയുക. മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്, പിന്മാറിക്കളയുന്ന ദുർമന്ത്രത്തിന്റെ ശർറുകളിൽ നിന്നും അഭയം തേടുക. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, മനുഷ്യരുടെ ഹൃദയങ്ങളിൽ വസ്വാസ് ഉണ്ടാക്കുന്ന ആരൊക്കെയാണ് ഈ വസ്വാസ് ഉണ്ടാക്കുന്നതെന്നറിയുമോ? അത്തരം മോശക്കാരും മനുഷ്യരിലും ജിന്നുകളിലുമുണ്ട്. അതുകൊണ്ട് അല്ലാഹു തആല പറയുകയാണ്, മിനൽ ജിന്നതി വന്നാസ്, ജനങ്ങളുടെ ഹൃദയങ്ങളിൽ വസ്വാസ് ഉണ്ടാക്കുന്ന മനുഷ്യരിലും ജിന്നുകളിലും പെട്ടവരത്തോടെ ശർറിനെ തൊട്ട് കാവൽ ചോദിക്കുന്നു എന്ന് നബിയെ നിങ്ങൾ പറയുക. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യരായ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത്, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്, ഒരു മോശമായ മനുഷ്യൻ മറ്റൊരു മനുഷ്യന് എത്രത്തോളം ഉപദ്രവം ചെയ്യുന്നുവോ അതുപോലെ നല്ല മനുഷ്യൻ മറ്റൊരു മനുഷ്യന് നല്ല ഉപകാരവും ചെയ്യുന്നതാണ്. ഉപദ്രവം ചെയ്യാൻ എല്ലാവർക്കും നല്ല സുഖമായിരിക്കും, പക്ഷേ ഉപകാരം ചെയ്യാൻ പ്രയാസമായിരിക്കും, മടിയായിരിക്കും. അതിനുവേണ്ടി സമ്പത്ത് ചെലവഴിക്കാൻ അവർക്ക് മടിയായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരുത്തനുണ്ടെങ്കിൽ അത് ഒരു ശർറാണ്. ഉപദ്രവകാരിയായ മനുഷ്യൻ ഒരു ശർറാണ്. അതിൽ നിന്ന് കാവല് തേടാൻ വേണ്ടി വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിലൂടെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ശർറിനെ തൊട്ട് കാവല് ചോദിക്കാൻ പറഞ്ഞ വിഭാഗത്തിൽ നമ്മൾ പെടാൻ പാടില്ല. നമ്മിൽ നിന്ന് മറ്റൊരാള് അല്ലാഹുവേ അവന്റെ ശർറ് ഒഴിവാക്കി തരണേ എന്ന് പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് നല്ലവരായി, അത് സംസാരത്തിലൂടെ നല്ലവരായി, പ്രവർത്തനത്തിലൂടെ നല്ലവരായി, മറ്റുള്ള കാര്യങ്ങളിലൂടെ നല്ലവരായി, അള്ളാഹുവിന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക, മനുഷ്യന്മാർക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അങ്ങനെ ഒരു നല്ല മനുഷ്യന്മാരായിട്ടാണ് നമ്മളെല്ലാവരും ജീവിക്കേണ്ടത്. അല്ലാഹു തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതും നമ്മിൽ നിന്ന് നല്ല അമലായി സ്വീകരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലുടനീളം ഖൈറും ബറക്കത്തും നൽകട്ടെ. നമ്മിലുള്ള രോഗികൾക്ക് ശിഫ നൽകട്ടെ, വീടില്ലാത്തവർക്ക് വീട് നൽകട്ടെ, ആരോഗ്യമില്ലാത്തവർക്ക് അല്ലാഹു തആല ആരോഗ്യം കൊടുക്കട്ടെ. മനസ്സിന് സമാധാനമില്ലാത്തവരുണ്ട്, അല്ലാഹു തആല സമാധാനം കൊടുക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഗർഭിണികളായ സഹോദരിമാർക്ക് അതിന്റെ സമയമാകുമ്പോൾ റാഹത്തായ പ്രസവം നൽകട്ടെ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കട്ടെ. കടം കൊണ്ട് വിഷമിക്കുന്നവർക്ക് ഹലാലായ വഴിയിലൂടെ കടങ്ങളെ വീട്ടിക്കൊടുക്കട്ടെ. വിശുദ്ധമായ ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു എല്ലാ നിലക്കും രണ്ടു ലോകത്തും വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. കല്യാണപ്രായമായ പെൺമക്കൾക്ക് അനുയോജ്യന്മാരായ ഭർത്താക്കന്മാരെ നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിവാഹമാലോചിക്കുന്ന ചെറുപ്പക്കാർക്ക് കുടുംബജീവിതം വിജയിക്കുന്ന ഇണകളെ കൊടുക്കട്ടെ. അല്ലാഹു അവസാനം കലിമ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. അവസാനം അല്ലാഹുവിന്റെ ലിഖാഇന് അർഹരാകാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.